HB കുറവുള്ള ബ്ലഡ് കുറവാന്ന് പറയുന്ന അനിമിക് ആയിട്ടുള്ള ആളുകൾ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ അതിൻ്റെ സിറപ്പ് കഴിക്കും, അതിൻ്റെ സപ്ലിമെന്റ്സ് കഴിക്കും. ബട്ട് കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും ഇതൊരു 10ന്റെ താഴേക്കായിട്ട് ഇങ്ങനെ ലെവലിൽ നിൽക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അവർ അയൺ ഡെഫിഷ്യൻസി അനീമിയ ആണെന്നുണ്ടെങ്കിൽ ഫുഡിൽ നിർബന്ധമായിട്ടും ഉൾപ്പെടുത്തേണ്ട കുറച്ച് ഐറ്റംസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഓർഗൻ മീറ്റ് ആണ്. അതായത് നമ്മുടെ ബീഫ്, ചിക്കൻ ഇതിൻ്റെയൊക്കെ ലിവർ വാങ്ങിയിട്ട് കഴിക്കുക. അത് നമ്മുടെ ഇരുമ്പ് ചട്ടിയിൽ കുക്ക് ചെയ്യുക. അത്തരത്തിൽ നമ്മൾ ഒരാഴ്ചയിലോ 1-2 ദിവസം അത് ശീലിക്കാം. പിന്നെ സീഡ്സിൽ പറയുന്നത് പംകിൻ സീഡ്സും എള്ളുമാണ്. എള്ള് നമുക്ക് വെറുതെ വറുത്ത് അതുപോലെ കഴിച്ചാൽ മതി. പിന്നെ ഇലക്കറികൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ചീരയിലാണ് കൂടുതലുള്ളത്. പിന്നെ മുരിങ്ങ, പിന്നെ നമ്മൾ ഈ രാഗി, ഉറുമാമ്പഴമൊക്കെ പറയാറുണ്ടല്ലോ, ഇതിനേക്കാളെല്ലാം അയൺ കണ്ടന്റ് കൂടുതൽ നമ്മുടെ മുതിരയിലുണ്ട്. അപ്പോൾ മുതിര പുഴുക്കായിട്ടോ അല്ലെങ്കിൽ തോരനോ ആ രീതിയിലൊക്കെ വെക്കുക. ഇതുപോലെ ഇരുമ്പ് ചട്ടിയിൽ വെക്കുന്നത് അതും ഒരാഴ്ചയിൽ 1-2 പ്രാവശ്യമൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറ്റുക. പിന്നെ ഒരു സീഡ് ഉണ്ട്, ഹാലിം സീഡ് എന്നൊക്കെ പറയുന്ന ഈ സീഡ് ഒരുപാട് അയൺ കണ്ടന്റ് ഉള്ളതാണ്. അപ്പം അതും നമുക്ക് കഴിയും വിധം വെള്ളത്തിൽ അലിയിച്ചിട്ടോ അങ്ങനെയൊക്കെ കുടിക്കുന്നത് വളരെ നല്ലതാണ്. അയൺ അബ്സോർപ്ഷൻ എപ്പോഴും ഒരു വൈറ്റമിൻ സിയും കൂടെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള ഫുഡുകൾ കഴിക്കുമ്പോൾ നമ്മൾ ഓറഞ്ച് അല്ലെങ്കിൽ ചെറുനാരങ്ങ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കുക്ക് ചെയ്യുന്ന ഐറ്റംസ് ആണെന്നുണ്ടെങ്കിൽ ഇരുമ്പിൻ്റെ ചട്ടി യൂസ് ചെയ്തിട്ട് അതിൽ തോരൻ വെക്കുക, ആ രീതിയിലൊക്കെ ചെയ്യുക.